ലോകം അസാധ്യമെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ ചില ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തങ്ങളുടെ അതിരുകൾ ഭേദിച്ച് എല്ലാ നിയമങ്ങളെയും പിന്നിലാക്കി മറ്റുള്ളവർക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരങ്ങളിൽ ചില ആളുകൾ എത്തിപ്പെടുന്നു. അവർക്ക് വ്യത്യസ്തമായ ഒരു തലച്ചോറുണ്ടോ? എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടോ? സൂപ്പർ നാച്ചുറൽ പവേഴ്സ്? നമുക്കും അത്തരം കഴിവുകളുണ്ടോ? ചിലർ മാത്രം നേടിയെടുക്കുന്ന വിജയങ്ങൾ നേടാൻ നമുക്കും സാധിക്കുമോ? അതിലേക്കുള്ള വഴികൾ എന്താണ്? അതൊന്നും നമുക്കറിയില്ല, അല്ലേ? എന്നാൽ ആ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. യെസ്, ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ. ഇന്ന് ഓഡിയോപീഡിയ പങ്കുവയ്ക്കുന്ന ബുക്ക് സമ്മറി ഇതാണ്: ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ. നമ്മൾ ഒരുപാട് പരിധികൾ നമുക്ക് വയ്ക്കുന്നുണ്ട്, ചിന്തകളിലും പ്രവർത്തനങ്ങളിലുമെല്ലാം. അതിലെ പല ലിമിറ്റേഷൻസും നമ്മുടെ സമൂഹം ഉണ്ടാക്കുന്നതും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമുക്ക് നൽകുന്ന കാഴ്ചപ്പാടുകളിലൂടെയും ഡെവലപ്പായതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന അത്ര ലിമിറ്റേഷൻസ് നമുക്കില്ല എന്നതാണ് സത്യം. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതല്ല ഇവിടെ പ്രശ്നം, മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കാത്തതാണ് റിയൽ പ്രോബ്ലം. ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ പറയുന്നത് ഇതാണ്: പ്രചോദനം, പഠനം, സർഗാത്മകത, പിന്നെ ഒഴുക്ക്, ഇവയെല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ഒരു ശാസ്ത്രീയ രീതി. അതിലൂടെ ഒരാൾക്ക് തങ്ങളുടെ ഏറ്റവും വലിയ പരിമിതികളെ പോലും മറികടക്കാൻ കഴിയുമെന്ന സത്യമാണ് നമുക്ക് മുന്നിൽ ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ തുറന്നു കാട്ടുന്നത്. സോ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം ദി ആർട്ട് ഓഫ് ഇംപോസിബിളിനെ കുറിച്ചുള്ള ഈ യാത്ര. 7 ചാപ്റ്റേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചാപ്റ്റേഴ്സിലൂടെ ഏത് പരിമിതികളെയും മറികടക്കാനുള്ള ശക്തിയും അറിവും നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. പിന്നെ സ്വന്തം ലിമിറ്റേഷൻസിനെ മറികടന്ന് ദി ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ചാലഞ്ച് യുവർ ലിമിറ്റ്സ് എന്നെഴുതുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചിലത് നല്ല താല്പര്യത്തോടെ ചെയ്യും, എന്നാൽ പലതും ഒരു താല്പര്യവും ഇല്ലാതെയാകും ചെയ്യുന്നത്. ഇനി ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങൾ രാവിലെ ഉണർന്നു കഴിയുന്നത് മുതൽ ഒരു സൂപ്പർ പെർഫോമറെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവിടെ നിങ്ങളുടെ മനസ്സ് വളരെ മൂർച്ചയുള്ളതായിരിക്കും. നിങ്ങളുടെ ശ്രദ്ധ തടയാനാവാത്തതാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർവചിക്കപ്പെട്ടതാണ്. അവിടെ നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നുമില്ല. ആശയക്കുഴപ്പങ്ങളില്ല, വെറും പ്രവൃത്തി മാത്രം, വ്യക്തത മാത്രം. അങ്ങനെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഓരോ ദിവസവും നിങ്ങളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൂപ്പർ നാച്ചുറൽ പെർഫോമൻസിന് വേണ്ട ഒരു ഊർജം നിങ്ങളെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെ സങ്കല്പിക്കാൻ രസമുണ്ടല്ലേ? ഇത് വെറും സങ്കല്പമല്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇത് സങ്കല്പമാണ്, പക്ഷേ ഈ സങ്കല്പം ഏതൊരാൾക്കും യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. അതിനുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ എന്ന പുസ്തകം പഠിപ്പിക്കുന്നത്. അത് പിന്തുടരുന്നതിലൂടെ ആർക്കും അവരുടെ ജീവിതത്തിൽ അസാധാരണമായ റിസൾട്ട്സ് നേടാൻ കഴിയുമെന്നാണ് ഇതിന്റെ ഓഥർ പറയുന്നത്. എങ്ങനെ തീവ്രമായൊരു താല്പര്യം, ഒരു പാഷൻ വളർത്താമെന്നും, എങ്ങനെ കഠിനാധ്വാനം ഒരു ശീലമാക്കാമെന്നും, എങ്ങനെ ഒരാൾക്ക് മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാനാവുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് അത്തരമൊരു ഫ്ലോ സ്റ്റേജിലേക്ക് പ്രവേശിക്കാമെന്നും ദി ആർട്ട് ഓഫ് ഇംപോസിബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. മനുഷ്യൻ യഥാർത്ഥ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പുസ്തകം നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നത്. ചാപ്റ്റർ 1, ദി പാഷൻ റെസിപ്പി. ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾക്ക് കുട്ടിക്കാലം മുതലേ ഒരു പാഷൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് ദിവ്യമായ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ലഭിച്ചിരുന്നു എന്ന്? അങ്ങനെയൊന്നും സംഭവിച്ചിരിക്കില്ല. പാഷൻ ഒരു മാന്ത്രിക നിമിഷത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേക കാര്യമൊന്നുമല്ല. അത് ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ ഒരു പാചകക്കുറിപ്പ് പോലെയാണ്. അതിന്റെ ഘടകങ്ങൾ ശരിയാണെങ്കിൽ ആർക്കും തങ്ങളിൽ
ആ പാഷന്റെ തീ ജ്വലിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ജ്വലിക്കുന്ന തീ അസാധ്യമായ വഴികളിലൂടെ പോലും സഞ്ചരിക്കാൻ അവർക്ക് ധൈര്യം നൽകും. പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ആ ആളുടെ ഉള്ളിൽ ഒരു ആകാംക്ഷ, ഒരു ജിജ്ഞാസ ഉണ്ടായിരിക്കും. ആ ജിജ്ഞാസയെയാണ് അവർ പിന്തുടരുന്നത്. ഇതിലൂടെയാണ് അഭിനിവേശം ആരംഭിക്കുന്നത്, പാഷൻ ആരംഭിക്കുന്നത്. നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുമ്പോൾ, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അവിടെ നിന്നാണ് പാഷൻ എന്ന് വിളിക്കുന്ന ഒരു വിത്ത് മുളയ്ക്കുന്നത്. തുടക്കത്തിൽ ഇത് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും പരാജയ ഭീതിയും ആത്മവിശ്വാസമില്ലായ്മയും ഒക്കെ ഉണർത്തും നിങ്ങളിൽ. ഒരു വൈകാരിക യാത്ര എന്ന് പറയാം ഈ പാഷൻ തേടിയുള്ള യാത്ര. എന്നാൽ ഈ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അവരുടെ വ്യക്തത കണ്ടുപിടിക്കാൻ, ലക്ഷ്യം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. പാഷൻ എന്നത് നിങ്ങൾക്ക് ആസ്വാദ്യകരമായ ഒരു ജോലി മാത്രമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു പോരാട്ടമാണ്. അതിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയിരിക്കും. പക്ഷേ ഓരോ തവണ വീഴുമ്പോഴും നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ആ പാഷൻ നിങ്ങളെ നിർബന്ധിക്കും, നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും, അത് തീവ്രമായി ജ്വലിപ്പിക്കും. തുടർന്ന് അവയിലൂടെ നിങ്ങളെ രൂപപ്പെടുത്താൻ തുടങ്ങും. അതെ, ആ പാഷൻ നിങ്ങളുടെ ഉള്ളിൽ അണയാത്ത തീ പോലെ കത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് സഫലമാക്കാൻ വേണ്ടി നിങ്ങൾ ഏത് വഴികളിലൂടെ സഞ്ചരിക്കാനും തയ്യാറായിരിക്കും. ഈ അഭിനിവേശമാണ്, ഈ പാഷനാണ് നിങ്ങളെ സാധാരണ നിലയിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. അതിനാൽ എന്താണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തീവ്രമായ ആഗ്രഹം? നിങ്ങളൊരു ചിത്രകാരനാവാനാണോ? നിങ്ങളൊരു പാട്ടുകാരനാവാനാണോ? ഒരു ബിസിനസ്സുകാരനാവാനാണോ? അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനാവാനാണോ? എന്താകാനാണ് നിങ്ങളുള്ളിൽ തീവ്രമായി ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്ത് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും എല്ലാം ലഭിക്കുന്നത്? അതായിരിക്കും മിക്കപ്പോഴും നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത്. ആ പാഷനെ നിങ്ങൾ ഉമിത്തി പോലെ ഊതി ഊതി ആ തീ പടർത്തിയെടുക്കുക. നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ പകുതി ദൂരം നിങ്ങൾ സഞ്ചരിച്ചു എന്ന് പറയാം. ചാപ്റ്റർ 2, ദി ഹാബിറ്റ് ഓഫ് ഫെറോസിറ്റി. ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവർ ഓരോ തവണ വീഴുമ്പോഴും കൂടുതൽ കൂടുതൽ ശക്തിയോടെ എഴുന്നേറ്റു വരും. പരാജയം അവരെ ഒരിക്കലും ഭയപ്പെടുത്തുന്നില്ല, മറിച്ച് അവരെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുക. വേദനകൾ വരുമ്പോൾ അവർ ഒരിക്കലും പിന്മാറില്ല, പകരം അതിനെ ഊർജമാക്കി മാറ്റും. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തരം അഗ്നിയുണ്ട്. അതിനെ ഫെറോസിറ്റി എന്നാണ് വിളിക്കുക, ഒരു ഉഗ്രത. ഇത് വെറും ഒരു ദേഷ്യമല്ല. പുറമേ നിന്ന് കാണുന്നവർക്ക് അവരെപ്പോഴും കുപിതരാണ്, ദേഷ്യക്കാരാണ് എന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ദേഷ്യമല്ല, മറിച്ച് ഓരോ തടസ്സത്തെയും മറികടക്കാൻ ഒരു വ്യക്തിക്ക് ധൈര്യം നൽകുന്ന തീവ്രമായ ഒരു ഉൾപ്രേരണയാണ്. അതിശയകരമെന്ന് പറയട്ടെ, ഇത് ഒരു ടാലന്റ് അല്ല, ആർക്കും തങ്ങളിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു ഹാബിറ്റാണ്. ഈ ശീലം ഒരു ലളിതമായ ഡിസിഷനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒരു ചെറിയ തീരുമാനത്തിൽ നിന്ന്. ഞാൻ നിർത്തുകയില്ല എന്നതാണ് തീരുമാനം. അതെ, എന്ത് കാര്യം വരുമ്പോഴും, എന്ത് സങ്കീർണമായ ഒരു അവസ്ഥ വരുമ്പോഴും അതിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറില്ല, ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യില്ല എന്നൊരു തീരുമാനം നിങ്ങൾ ഉള്ളുകൊണ്ടെടുക്കുക. ഇനി പിന്നോട്ട് പോകരുത് എന്ന് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ സ്വയം പുതിയ രീതിയിൽ ക്രമീകരിക്കാൻ തുടങ്ങുന്നു. ഭയം പിന്നീട് ഭയമായി ഫീൽ ചെയ്യില്ല, മറിച്ച് ഭയപ്പെടുന്നതിന് പകരം ഇത് പ്രവൃത്തി ചെയ്യേണ്ട സമയമായി എന്നതിന്റെ ഒരു സൂചനയാണ് ബ്രെയിൻ നിങ്ങൾക്ക് നൽകുക. അതിനാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ആക്ഷൻസിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പാഷനെ പിന്തുടരാൻ വേണ്ടിയിട്ടുള്ള ഒരു അഗ്നി നിങ്ങളുടെ ഉള്ളിൽ നിന്നു തന്നെ ഉണ്ടാകുന്നു. ഈ ശീലം വളർത്തിയെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ വീണ്ടും വീണ്ടും സങ്കീർണമായ അല്ലെങ്കിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന സിറ്റുവേഷൻസിലൂടെ കൊണ്ടുപോവുക എന്നതാണ്. ഒരു പ്രതിസന്ധി മുന്നിൽ വരുമ്പോൾ ഒരിക്കലും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ ഓടിപ്പോവാനോ ശ്രമിക്കരുത്. അതിനെ നേരിടുക. ഇത്തരത്തിൽ നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുമ്പോഴാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ട് വളരാൻ സാധിക്കുക. ഏറ്റവും കംഫർട്ടബിൾ സ്പേസിലല്ല ഒരാൾ ശാരീരികമായും മാനസികമായും വളരുക. അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്നു ചേരുമ്പോഴാണ് അവർ മാനസികമായും ശാരീരികമായും കരുത്താർജിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തു കടന്ന്
നിങ്ങളുടെ പാഷന് വേണ്ടി പ്രവർത്തിക്കുക. പുതിയ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുക. അവിടെ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളെല്ലാം നിങ്ങളെ ഒരു അസാധാരണ തലത്തിലേക്ക് എത്തിക്കും. നിങ്ങൾ ചിലപ്പോൾ ക്ഷീണിതനായിരിക്കും. ആ ക്ഷീണിതമായ അവസ്ഥയിൽ പോലും ഒരു ചുവട് കൂടി മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുക. ആളുകൾ മതി എന്ന് പറയും. അപ്പോഴും നിങ്ങൾ സ്വയം പറയുക, ഇപ്പോൾ തുടങ്ങിയിട്ടേയുള്ളൂ എന്ന്. അങ്ങനെ നിരന്തരം പ്രവർത്തിക്കാനുള്ള, തോറ്റു പിന്മാറാതെ മുന്നോട്ടു പോകാനുള്ള ആ ഒരു ഊർജം നിങ്ങളിൽ അഗ്നി പോലെ എരിയട്ടെ. ചാപ്റ്റർ 3 ലക്ഷ്യങ്ങൾ, ഗോൾസ്. മിക്കവാറും ആളുകൾ വ്യക്തമായ ദിശാബോധമില്ലാതെ വെറുതെ ജീവിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് കൃത്യമായ ജീവിത ലക്ഷ്യങ്ങളുണ്ടോ? നിങ്ങൾ എന്താവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതിലേക്കുള്ള വഴികൾ എന്താണ്? എത്തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങാൻ പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉത്തരമുണ്ടായിരിക്കില്ല. പക്ഷേ ഇനിയെങ്കിലും ഇവയ്ക്കെല്ലാം എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നത് കൃത്യമായ ലക്ഷ്യബോധമുള്ളവരാണ്. അത്തരക്കാരുടെ അസ്ഥികളിൽ തീ പടർത്തുന്ന ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ലക്ഷ്യം വെറുമൊരു ആഗ്രഹമല്ല, അതൊരു വഴികാട്ടിയാണ്. നിങ്ങളുടെ ലക്ഷ്യം സത്യമാണെങ്കിൽ എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ലക്ഷ്യത്തെ കൈവിടാൻ സാധിക്കുകയില്ല. മറ്റെല്ലാ നെഗറ്റീവ് തോട്ട്സും മങ്ങിപ്പോവുകയാണ് അവിടെ ചെയ്യുക. മിക്കവാറും ആളുകൾ 2 തെറ്റുകളാണ് ഇവിടെ വരുത്താറുള്ളത്. ഒന്നുകിൽ അവർക്ക് വെല്ലുവിളി നൽകാത്ത വളരെ ചെറിയ ലക്ഷ്യങ്ങൾ വെക്കുന്നു. അതല്ലെങ്കിൽ അവർക്കൊരിക്കലും പ്രവർത്തനത്തിലേക്ക് മാറ്റാൻ കഴിയാത്ത അത്ര വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുക? അവിടെ ഉയർന്ന കഠിനമായ ലക്ഷ്യങ്ങൾ വരുമ്പോൾ അവ നിങ്ങളുടെ പരിധിക്കപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. നിങ്ങൾക്ക് അത് ചെയ്തെടുക്കാൻ സാധിക്കാതെ വരുന്നു. ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാവുമ്പോൾ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡായി വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ ഇത്ര മാത്രമേ എനിക്ക് സാധിക്കൂ എന്ന പരിമിതമായ ചിന്തകളിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്നു. ഇത് രണ്ടും തെറ്റാണ്. നിങ്ങൾക്ക് വേണ്ടത് ശക്തമായ, നിങ്ങൾക്ക് സാധ്യമാകുമെന്ന് ഉറപ്പുള്ള ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് മുന്നോടിയായി നിങ്ങൾക്ക് അതിലേക്കുള്ള വഴികളെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കി മാറ്റാം. ഓരോ ദിവസവും ചെറിയ ചെറിയ ടാസ്കുകൾ പൂർത്തിയാക്കുന്നതോടുകൂടി നിങ്ങൾക്ക് സ്വയം ഒരു ആത്മവിശ്വാസം വരും. നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് നടന്നടുക്കുകയാണ് എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങളുടെ ഉള്ളിൽ നിറയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു പാട്ടുകാരനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ പടി എന്ന് പറയുന്നത് കൃത്യമായ പ്രാക്ടീസാണ്. എല്ലാ ദിവസവും അല്പനേരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ മാറ്റിവെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശബ്ദവും നിങ്ങളുടെ പാട്ടുപാടാനുള്ള കഴിവും ഓരോ ദിവസവും മെച്ചപ്പെട്ടു വരും. പിന്നീടാണ് അവസരങ്ങളുടെ ആവശ്യം വരുന്നത്. സ്വയം മിനുക്കി മിനുക്കി എടുക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പാഷനെ നിങ്ങൾ കൃത്യമാക്കി മാറ്റുക. ഒരു വ്യക്തത അതിൽ കൊണ്ടുവരിക. അതിനുശേഷം അതിൽ നിന്ന് പിന്തിരിയില്ല എന്നൊരു തീരുമാനം കൈക്കൊള്ളുക. പിന്നീട് ആ ലക്ഷ്യത്തെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായി സ്പ്ലിറ്റ് ചെയ്യുക. ഈ ടാസ്കുകൾ ഓരോന്നും ഫുൾഫിൽ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ തന്നെ അഭിമാനമുള്ളവരായി മാറും. വ്യക്തമായ ദൈനംദിന ലക്ഷ്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ വലിയ സ്വപ്നത്തെ ദൈനംദിന കഠിനാധ്വാനമാക്കി മാറ്റാൻ സാധിക്കണം. ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ശക്തമായ ലക്ഷ്യമെന്നാൽ ആ ലക്ഷ്യത്തിനായി 100 തവണ വീഴാനും നിങ്ങൾ തയ്യാറായിരിക്കണം. ചാപ്റ്റർ 4 5 നോട്ട് സോ ഈസി സ്റ്റെപ്സ് ഫോർ ലേണിംഗ് ഓൾമോസ്റ്റ് എനിത്തിങ്. പഠനത്തിനുള്ള അത്ര എളുപ്പമല്ലാത്ത 5 ഘട്ടങ്ങൾ. ഈ ലോകത്തെ യഥാർത്ഥ ശക്തി അടങ്ങിയിരിക്കുന്നത് പഠിക്കാനുള്ള കഴിവിലാണ്. യഥാർത്ഥ പഠനം പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് മാത്രം വരുന്നില്ല. അത് ആരംഭിക്കുന്നത് കംഫർട്ടബിൾ സോണിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോഴാണ്. ഒരുപാട് വിവരങ്ങൾ നിങ്ങൾ പുസ്തകങ്ങളിലൂടെ നേടിയതുകൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരില്ല. പകരം ആ ചിന്തകളെയും അറിവിനെയും നിങ്ങൾ പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോഴാണ് സക്സസിന്റെ തുടക്കം ആരംഭിക്കുന്നത്. ഒരു കാര്യം പഠിച്ചെടുക്കുമ്പോൾ അവിടെ ആകാംക്ഷ, പോരാട്ടം, ഉൾക്കാഴ്ച
ഇങ്ങനെ പലതും വരുന്നുണ്ട്. ഇത് ശാരീരികവും വൈകാരികവും മാനസികവുമായ ഒരു പരിശീലനമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആഴത്തിലുള്ള പരിശീലനം വേണം എന്നതാണ്. ഡീപ്പ് പ്രാക്ടീസ്. നിങ്ങളൊരു പുതിയ സ്കിൽ പഠിച്ചെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സുകാരനാവാനാണ് ആഗ്രഹമെങ്കിൽ, നിങ്ങൾ ആ മേഖലയെക്കുറിച്ച് കൃത്യമായി പഠനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ വേണ്ടത് ഒരു ആവർത്തനമല്ല, മറിച്ച് ബോധപൂർവമായ ഒരു പരിശീലനമാണ്. പല ബിസിനസ്സുകളും നടത്തി നിങ്ങൾ പരാജയപ്പെട്ടിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോഴും ഓരോ തവണയും എവിടെയാണ് തെറ്റിയത് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. അപ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നു. ഇന്നത്തെ ലോകത്ത് ഈ കഴിവുള്ള ആളുകളാണ് ജീവിതത്തിൽ എപ്പോഴും മുന്നിലെത്തിയിട്ടുള്ളത്. ഇതിനെയാണ് അഡാപ്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് സ്വന്തം സാഹചര്യങ്ങളിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് പരാജയങ്ങളെ മാറ്റി നിർത്താനുള്ള മികവ് നേടിയെടുക്കുന്നവരാണ് ജീവിതത്തിൽ സക്സസ് ആവുന്നത്. അവർ പഠിച്ചെടുക്കുന്നത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ്. അതിനാൽ അഡാപ്റ്റീവ് ലേണിംഗിന്റെ സ്കിൽ നിങ്ങളും സ്വയം വളർത്തിയെടുക്കുക. ഒരു നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതാണ് എൻ്റെ തീവ്രമായ ആഗ്രഹമെന്ന് നിങ്ങൾ ഉള്ളിൽ ഉറപ്പിക്കുക. അതിനുവേണ്ടി പ്രയത്നിക്കുക. പിന്നീട് ആ ആഗ്രഹം മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ നടനാവില്ല. പകരം നടനു വേണ്ട ഗുണങ്ങളും ആറ്റിറ്റ്യൂഡും എല്ലാം നിങ്ങൾ പരിശീലനത്തിലൂടെ നേടിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ആക്ടിംഗ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം. നിരവധി സിനിമകളും വിദേശ സിനിമകളും എല്ലാം കണ്ട് അതിലെ നടീനടന്മാരുടെ അഭിനയം കണ്ട് മനസ്സിലാക്കി അത് പരിശീലിച്ചു നോക്കാം. പല ഇമോഷൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നടൻ എന്ന വ്യക്തി കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നീട് നിങ്ങളൊരു ഓഡീഷന് പോകുമ്പോൾ ഈ പരിശീലനം നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതുപോലെയാണ് എല്ലാ മേഖലയിലും നിങ്ങൾ പരിശീലനം നേടേണ്ടത്. പരിശീലനം എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ പോയി ഒരുപാട് തുകകൾ ചിലവഴിച്ചുള്ള പരിശീലനമല്ല. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് മിനുക്കിയെടുക്കാൻ വേണ്ട അറിവുകൾ ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ലഭ്യമായിരിക്കും. അവയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വേണ്ട കഴിവുകൾ നിങ്ങൾ ആർജിച്ചെടുക്കുക. മറ്റുള്ളവരുടെ ഉപദേശം തേടുക. സ്വയം ഓരോ ദിവസവും മിനുക്കി എടുത്തുകൊണ്ടിരിക്കുക. ചാപ്റ്റർ 5 ദ സ്കിൽ ഓഫ് സ്കിൽ. എല്ലാ മേഖലകളിലും വിദഗ്ധരാകുന്ന ആളുകൾക്ക് ഒരു സീക്രട്ട് ഉണ്ടായിരിക്കും. ഒരു വൈദഗ്ധ്യം പഠിക്കാനുള്ള വൈദഗ്ധ്യം. അതെ, ദ സ്കിൽ ഓഫ് സ്കിൽ. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ പഠിക്കുന്നവരുടെ കൈവശമുള്ള ഒരു സൂപ്പർ പവറാണിത്. ഇത് സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്ന ഒരു ശീലമാണ്. ഈ സംവിധാനം 4 കാര്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. 1 അവയർനെസ്, അതായത് അവബോധം. 2 പാറ്റേൺ റെക്കഗ്നീഷൻ, അതായത് പാറ്റേൺ തിരിച്ചറിയൽ. 3 ആവർത്തനം, ഇറ്ററേഷൻ. 4 കാര്യം വൈകാരിക നിയന്ത്രണം, ഇമോഷണൽ കൺട്രോൾ. നിങ്ങളൊരു പുതിയ സ്കിൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കും. അത് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. നിസ്സാരമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു റുബിക്സ് ക്യൂബ്. നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അത് എറിഞ്ഞു കളയും, ഉറപ്പാണ്. പക്ഷേ കഴിവുള്ള പഠിതാക്കൾ, അല്ലെങ്കിൽ ഇതെനിക്ക് പഠിച്ചെടുക്കണമെന്ന് തീവ്രമായ പാഷനുള്ള ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാൾ ഒരിക്കലും അതിൽ നിന്ന് പിന്നോട്ടു പോവില്ല. അവർ സ്വയം ഒരു ചോദ്യം മാത്രം ചോദിക്കും: എന്താണ് ഇവിടുത്തെ പാറ്റേൺ? എങ്ങനെയാണ് ഞാനിത് പഠിച്ചെടുക്കേണ്ടത് എന്ന്. ആ പാറ്റേൺ അവർ തിരിച്ചറിയുമ്പോൾ, അതായത് ഇത് പഠിച്ചെടുക്കാനായി ബ്രെയിനിനെ സജ്ജീകരിച്ച് അതിനെ ക്ഷമയോടെ നേരിടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള കഴിവ് പുറത്തു വരാൻ തുടങ്ങുന്നു. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറയുന്നത്. കാരണം ഒരു സ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ പോരാട്ടം വരുന്നത് നിരാശയും കഴിവും തമ്മിലാണ്. നിങ്ങൾക്ക് പലതവണ തോന്നും നിങ്ങൾക്കിത് സാധിക്കില്ല, ഇത് വിട്ടേക്ക് എന്ന്. അതോടൊപ്പം തന്നെ എനിക്കിത് പഠിച്ചെടുക്കാനുള്ള കഴിവില്ല എന്നുള്ളൊരു നിരാശ കൂടി നിങ്ങളെ വന്ന് പൊതിയും. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. അവിടെ വേണ്ടത് ഇമോഷണൽ കൺട്രോളാണ്.
ആത്മനിയന്ത്രണം നടത്തുക. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് ആ കഴിവുണ്ട്, ഇതിനെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിൽ വരേണ്ടത്. ഇത് നിങ്ങളുടെ ഏറ്റവും മികച്ച കഴിവുകൾ പുറത്തെടുക്കാനും ഒരു സ്കിൽ പഠിച്ചെടുത്ത് നിങ്ങളുടെ ബ്രെയിനിന്റെ പരിമിതികളെ മറികടക്കാനും നിങ്ങളെക്കൊണ്ട് സാധിപ്പിക്കും. ചാപ്റ്റർ 6 ഹാക്കിംഗ് ക്രിയേറ്റിവിറ്റി. മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തത് കാണാനുള്ള കഴിവ് സർഗാത്മകത നൽകുന്നു. ഇത് ഒരു ആഡംബരമല്ല. ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ ലോകത്ത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സർവൈവൽ ടൂളാണ്, അതിജീവന ഉപകരണം. സർഗാത്മകത എന്ന് പറയുന്നത് യാദൃശ്ചികമായ ഒരു പ്രചോദനമല്ല. ഇത് ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അതിന് പുറത്തു കൊണ്ടുവരാൻ പലരും ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം. സർഗാത്മകതയെ ഹാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനുള്ളിലുള്ള സർഗാത്മകതയെ എങ്ങനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ആർട്ട് ഓഫ് ഇമ്പോസിബിൾ പറയുന്നുണ്ട്. അതിനുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഡൈവേർജന്റ് ഇൻപുട്ടാണ്. അതായത് വ്യത്യസ്തമായ ഇൻപുട്ടുകൾ. നിങ്ങൾ എത്രമാത്രം വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ തലച്ചോറിന് വളരാൻ സാധിക്കും, കൂടുതൽ സ്ട്രോങ് ആവാനും ക്രിയേറ്റീവ് ആവാനും സാധിക്കും. നിങ്ങൾ എന്നും ഒരേ രീതിയിൽ ജീവിച്ചു പോകുന്ന ആളാണെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ സ്കിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നു. ആ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇതെനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നോട്ടു പോയാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ക്രിയേറ്റിവിറ്റി വളരില്ല. പകരം ഇതെന്നെക്കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞ് അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഹാക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം. ക്രിയേറ്റിവിറ്റിയെ നേടിയെടുക്കാനുള്ള രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഡിസ്കണക്ഷനാണ്, വിച്ഛേദിക്കൽ. മനസ്സ് ശാന്തമാകുമ്പോൾ, അത് സ്വയം സംസാരിക്കുമ്പോൾ സർഗാത്മകത ഉണ്ടാവുന്നു. അതായത് നിങ്ങൾ എന്നും നിങ്ങളുടെ മനസ്സിനെ കേൾക്കാൻ ഒരു സമയം കണ്ടെത്തുക. നിങ്ങൾ മെഡിറ്റേഷനിലൂടെയോ ബ്രീത്തിങ് എക്സസൈസുകളിലൂടെയോ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കാൻ ശ്രദ്ധിക്കുക. രാവിലെയും രാത്രി ഉറങ്ങുന്നതിനു മുൻപും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ മെഡിറ്റേഷനു വേണ്ടി മാറ്റിവെക്കുക. ധ്യാനം, ബ്രീത്തിങ് എക്സസൈസുകൾ തുടങ്ങിയവ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമായ നിശ്ചലമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ശരീരവും മനസ്സും ശാന്തമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അവിടെ നിന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കൂ എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരുന്നു, ദിശാബോധം വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഒരു ക്രിയേറ്റിവിറ്റി കൂടി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരും. അടുത്ത വഴി എന്ന് പറയുന്നത് പാറ്റേൺ തകർക്കലാണ്, പാറ്റേൺ ഡിസ്റപ്ഷൻ. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളാണോ? അല്ല എന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന 60,000-ലേറെ ചിന്തകളിൽ 90% ആവർത്തന സ്വഭാവമുള്ളതാണ് എന്നാണ് സ്റ്റാൻഫോർഡ് സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത്. തലച്ചോറ്, നമ്മുടെ എല്ലാം തലച്ചോറ് ഒരു ഓട്ടോമാറ്റിക് മോഡിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. പല കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും സ്ഥിരം ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ചിന്തകളും. അവ ആവർത്തന സ്വഭാവമുള്ളവയായിരിക്കും. ആ ചിന്തകളിൽ നിങ്ങളൊരു ബ്രേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ആ പാറ്റേണിനെ നിങ്ങൾ തകർക്കേണ്ടി വരും. നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പാറ്റേണുകളെ തകർക്കുക എന്ന് പറയുമ്പോൾ അതിനിടയിലേക്ക് പുതിയ പുതിയ കുഞ്ഞു ശീലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾ എന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളല്ല എങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, രാവിലെ പല്ല് തേച്ച ഉടൻ നിങ്ങൾ 10 മിനിറ്റ് മെഡിറ്റേഷനായി മാറ്റിവെക്കുമ്പോൾ ആ ഘട്ടം, അത്തരമൊരു ഹാബിറ്റ് നിങ്ങളുടെ ബ്രെയിനിൽ ഒരു വെല്ലുവിളി ഉയർത്തും. അത് കണ്ടിന്യൂ ചെയ്തു പോവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ നിങ്ങൾ അവിടെ നിന്ന് പിന്മാറരുത്. അതുമായി മുന്നോട്ടു പോവാൻ തന്നെ ശ്രമിക്കുക. 21 ദിവസമെങ്കിലും നിങ്ങളത് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. പുതിയൊരു ശീലം, പുതിയൊരു ടാസ്ക് അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിച്ചെടുക്കുമ്പോഴെല്ലാം ഇവിടെ തലച്ചോറിന് അതൊരു ഞെട്ടലുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യമല്ലല്ലോ ഇതൊരു പുതിയ കാര്യമാണല്ലോ എന്നൊരു തിരിച്ചറിവാണ് നിങ്ങളുടെ ബ്രെയിനിന് അവിടെ ഉണ്ടാവുന്നത്. ആ തിരിച്ചറിവ് നിങ്ങളുടെ മുന്നിൽ പുതിയ വഴികൾ തുറക്കുന്നു.
പുതിയ അനുഭവങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഇത് സർഗാത്മകതയുടെ തീപ്പൊരികൾ നിങ്ങളുടെ ഉള്ളിൽ ഉയർത്തുന്നു. ചാപ്റ്റർ 7 ഫ്ലോ ട്രിഗേഴ്സ്. എല്ലാം നിശ്ചലമാകുന്ന ഒരു നിമിഷം. അത്തരമൊരു നിമിഷം നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? സമയത്തെക്കുറിച്ചോ ക്ഷീണത്തെക്കുറിച്ചോ ഒരു ബോധവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ. ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായി മുഴുകുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളുടെ താളത്തിൽ ചലിക്കുന്നത് പോലെ തോന്നുന്ന ഒരവസ്ഥ. ഇതാണ് ഒഴുക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, ദ ഫ്ലോ സ്റ്റേജ്. ഒഴുക്ക് ഒരു ഭാവനയല്ല, അതൊരു ശാസ്ത്രമാണ്. മനുഷ്യൻ തന്റെ എല്ലാ കഴിവുകളും ഒരേ സമയം സജീവമാക്കുന്ന ഒരു മാനസികാവസ്ഥയാണിത്. ഈ ഫ്ലോ സ്റ്റേജിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഒഴുക്ക് എന്ന് പറയുന്നത് ഒരു അപകടമല്ല, അത് ട്രിഗേർഡാണ്, പ്രചോദിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. ഒഴുക്കിന്റെ ട്രിഗറുകൾ നിങ്ങളുടെ തലച്ചോറിനെ ആ മാന്ത്രിക മേഖലയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യങ്ങളാണ്. അവിടെ ശ്രദ്ധ തെറ്റിക്കുന്നവ, അതില്ലാതാക്കുന്നവ ഒന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ കൃത്യമായി ഫോക്കസ്ഡ് ആയിരിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യാനും നിങ്ങൾ തയ്യാറായിരിക്കും. വ്യക്തമായ ലക്ഷ്യങ്ങളും ചാലഞ്ചിനെയും സ്കില്ലിനെയും ബാലൻസ് ചെയ്യാനുള്ള കഴിവുമാണ് ഇത്തരം ഫ്ലോ സ്റ്റേജിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഘടകം. ഇതിനു പുറമെ ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൂടി ഈ ഫ്ലോ സ്റ്റേജ് നിങ്ങൾക്ക് നൽകുന്നു. മറ്റൊരു കാര്യം, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ച്, നിങ്ങൾ പാഷനേറ്റ് ആയ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ അത്രമാത്രം ആഴത്തിൽ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നതുകൂടിയാണ് ഇവിടെ വരുന്നത്. ഈ ഫ്ലോ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരാൾക്ക് ലഭിക്കുന്ന സമ്മാനമോ ഒരു പ്രത്യേക കഴിവോ അല്ല, അതൊരു അച്ചടക്കത്തിലൂടെ രൂപപ്പെടുന്ന കാര്യമാണ്. നിങ്ങൾ പാഷനേറ്റ് ആയിരിക്കുക, നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക, എന്തൊക്കെ കാര്യങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിൽ നിന്ന് പിന്മാറാതെ ഇരിക്കുക. മാത്രമല്ല, ആ പാഷനു വേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഓരോ ദിവസവും ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടമെത്തുമ്പോൾ അതിൽ നിങ്ങൾ പരിശീലനത്തിലൂടെ മികച്ച വ്യക്തിത്വമായി മാറുമ്പോൾ നിങ്ങൾ എത്തുന്ന ഒരു സ്റ്റേജാണ് ഈ ഫ്ലോ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ആരെയും പേടി തോന്നില്ല. ഏത് വെല്ലുവിളികളെയും നിങ്ങൾ പുഞ്ചിരിയോടെ നേരിടും. അതുമാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിച്ച് അതിന്റെ ഒഴുക്കിൽപ്പെട്ട് അതിനൊപ്പം നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദം അമൂല്യമായിരിക്കും. അതെ, ഈ ഒഴുക്ക് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ പവറോ ഒരു സമ്മാനമോ ഒന്നുമല്ല. അത് നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കഴിവാണ്, ഒരു അച്ചടക്കമാണ്. ദി ആർട്ട് ഓഫ് ഇമ്പോസിബിൾ എന്ന പുസ്തകത്തിൽ പറയുന്ന പരിമിതികളെ മറികടക്കാനുള്ള വഴികളാണ് ഇത്ര നേരം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അസാധ്യമായതിനെ സാധ്യമാക്കുന്നവർ ഒരു മാന്ത്രികതയും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അവർക്ക് അമാനുഷികമായ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. ഏതൊരു സാധാരണക്കാരനെയും പോലെ തന്നെയാണ് അവരും. പക്ഷേ അവരിൽ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായുള്ളത് ഒരു ചിന്താഗതിയും ഒരു അച്ചടക്കവും അതിലെല്ലാറ്റിലും ഉപരിയായി വ്യത്യസ്തമായ ഒരു അഗ്നിയുമുണ്ട് എന്നതാണ്. അവനവന്റെ പാഷനെ മുറുകെ പിടിക്കാനുള്ള അഗ്നി, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അഗ്നി, അതോടൊപ്പം തന്നെ അത് നേടിയെടുക്കാനുള്ള ആ തീ, അതവർക്ക് സാധാരണത്വത്തിൽ നിന്ന് അസാധാരണത്വത്തിലേക്ക് മാറാനുള്ള ധൈര്യം നൽകുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമല്ല, നിരന്തര പരിശ്രമങ്ങളിലൂടെ നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഓരോ പരിശ്രമത്തിലും ഓരോ പരാജയത്തിലും നിങ്ങൾ പറയേണ്ട കാര്യം, ഇത് നേടിയെടുക്കും വരെ ഞാൻ നിർത്തുകയില്ല എന്നാണ്. ഈ വാക്കുകൾ സ്വയം പറഞ്ഞുറപ്പിക്കുക. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എന്തൊക്കെ ജീവിത പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മുന്നിൽ വന്നു കഴിഞ്ഞാലും ഞാൻ പിന്നോട്ട് മാറില്ല, ഞാൻ എന്റെ പാഷനും കൊണ്ട് മുന്നോട്ടു പോകും എന്ന് സ്വയം ഒരു ഉറപ്പ് നൽകുക. ആ ഉറപ്പിന് മുകളിലാണ് നിങ്ങൾ അസാധാരണമായ സ്കിൽസ് നേടിയെടുക്കാൻ പോകുന്നത്. ദി ആർട്ട് ഓഫ് ഇമ്പോസിബിൾ എന്ന് പറയുന്ന കല ഇതാണ് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്നത്. ഇമ്പോസിബിളായ ഏത് കാര്യവും ഈ മനസ്സുറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേയുള്ളൂ. ഇനി ഈ പുസ്തകം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് എന്ന് ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞു പോകാം നമുക്ക്. ശരിയായ ചിന്താഗതി, ശരിയായ ശീലങ്ങൾ എന്നിവയോടെ നിങ്ങൾ മുന്നോട്ടു പോവുകയാണെങ്കിൽ അസാധ്യം എന്നത് വെറും ഒരു മിഥ്യാബോധം മാത്രമാണെന്നാണ് ദി ആർട്ട് ഓഫ് ഇമ്പോസിബിൾ പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലും ഈ ലോകത്തെ അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. ചില ആളുകൾ ആ ശക്തി സജീവമാക്കിയെടുക്കുന്നു,
ചില ആളുകൾ അവയെ തിരിച്ചറിയാതെ എന്റെ ഉള്ളിൽ ഒരു കഴിവുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ ഉറങ്ങാൻ അനുവദിക്കുന്നു. അങ്ങനെ ജീവിതം എല്ലാ കാലവും ഒരു പടുകുഴിയിൽ ആണ്ട് കിടക്കുന്നു. ഇനി മുതലെങ്കിലും നിങ്ങൾ അത്തരം ചിന്തകൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം ശക്തിയുണ്ട്. നിങ്ങളുടെ ബ്രെയിനിന് ഈ ലോകത്ത് സക്സസ്ഫുൾ ആയ ഏതൊരു വ്യക്തിയുടേതിനും ഒപ്പം കഴിവുകളുണ്ട്. ആ കഴിവുകൾ ഇനിയെങ്കിലും നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ ദിനചര്യകളിലേക്ക്, ഒരേ ചിന്തകളിലേക്ക്, ഒരേ ശീലങ്ങളിലേക്ക് മടങ്ങണോ, അതോ ഇന്നു മുതൽ നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ ഉണർത്തിയെടുക്കണോ എന്ന്? അങ്ങനെ ഉണർത്തിയെടുത്താൽ ഓരോ വെല്ലുവിളികളെയും നിങ്ങൾക്ക് വിജയമാക്കി മാറ്റാൻ സാധിക്കും. ഓർക്കുക, അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ആളുകൾ നമ്മളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തരല്ല. അവരും നമ്മളെപ്പോലെ തന്നെയുള്ളവരാണ്. എന്നാൽ അവർ സ്വയം ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. അതായത്, ഞാൻ തോറ്റു പിന്മാറില്ല, എനിക്ക് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിപ്പെടണം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊരുറപ്പ്. ആ വാഗ്ദാനം ഇന്നു മുതൽ നിങ്ങളും നിങ്ങൾക്ക് നൽകുക. നിങ്ങളുടെ പാഷനെ മുറുകെ പിടിക്കുക. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. അതിനുള്ള വഴി ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ദി ആർട്ട് ഓഫ് ഇമ്പോസിബിൾ എന്ന പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളിവിടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ചിന്തകളും ഈ ശീലങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നാളത്തേക്ക് എന്ന് മാറ്റിവെക്കാതെ ഇന്നു മുതൽ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ലോകം അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.